എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം, നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ നല്ല രീതിയിൽ ആഗ്രഹിക്കുകയും ചെയ്താൽ ആ ആഗ്രഹം നമുക്ക് ദൈവം നടത്തിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് നമുക്ക് നിങ്ങളോടും കൂടി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഒരു 4 വർഷത്തോളം ഒരു വീടിനെ കുറിച്ചൊക്കെ ചിന്തിച്ച്, ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. ചേട്ടൻ്റെ മക്കളും ഭാര്യയും അമ്മയും എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടുകുടുംബം. ഏതാണ്ട് 10ഓളം പേരാണ് വീട്ടിലുണ്ട്. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ആ വീട് ഞങ്ങൾക്കുള്ളതല്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മാറി താമസിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരും ഞങ്ങൾ മാറി താമസിക്കുന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ അതിന് എതിരെ നിന്നു. എന്നിട്ടും എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന് ദൈവത്തിനോട് പറഞ്ഞ് പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പോയില്ല. അവസാനം ഒരു 10 വർഷത്തിന് ശേഷം എനിക്കൊരു 4 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു മോളുണ്ടായത്. അതിന് ശേഷം എൻ്റെ കല്യാണത്തിന് ശേഷമുള്ള 10 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു വീടുണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അതെല്ലാവരും എതിർത്തിട്ട് പോലും ഞാൻ എൻ്റെ സ്വപ്നം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ആഗ്രഹത്തിൽ ഉറച്ചു നിന്ന് ഞാനിങ്ങനെ അത് വീണ്ടും ആഗ്രഹിച്ച് ദൈവത്തിനോട് പറഞ്ഞ് കടന്നുപോയി. പക്ഷെ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിട്ട് പോലും ദൈവം അതെനിക്ക് സാധിച്ചു തന്നു. ഒരു 10 വർഷത്തിന് ശേഷം ഞങ്ങളൊരു വീട് വെച്ച് മാറി. അതിനുശേഷം വീണ്ടും ഒരു 10 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ തറക്കുള്ള ടൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ എന്നെക്കൊണ്ട് സാധിച്ചത്. അതും ഞാൻ ഭർത്താവിനോട് കൂടുതൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതിനെതിർത്ത് പറഞ്ഞ് വീട് വെക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞെങ്കിലും നമ്മളുടെ ഒരു പ്രൈവസിക്കും നമ്മളുടെ ഒരു ജീവിതത്തിനും ഏറ്റവും നല്ലത് ആ മാറി താമസിക്കുകയാണെന്ന് എനിക്ക് അവിടെ നിന്നപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു വീടുണ്ടാക്കിയെടുത്ത് വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞാണ് ഞാൻ അതിൻ്റെ തറയൊക്കെ ഇടാൻ എനിക്ക് സാധിച്ചത്. അതിനും ശേഷം ഞങ്ങൾക്കൊരു മതിൽ കെട്ടാൻ സാധിച്ചു. ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. അതെല്ലാം ദൈവം എനിക്ക് നടത്തി തന്നു. പിന്നെ ഞാൻ എൻ്റെ മകൾ വലുതായതിനു ശേഷം അവളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് 60ാമത്തെ വയസ്സിൽ ഞാൻ ലൈസൻസ് എടുത്തൊരു വണ്ടി മേടിച്ച്, ഒരു 2 വീലർ മേടിച്ച് ഞാനിപ്പം അത് ഓടിക്കാനും എല്ലാം പഠിച്ച് ഞാനത് ഓടിക്കുന്നുണ്ട്. എൻ്റെ മകൾ നേരത്തെ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് പാസ്സായെങ്കിലും അവൾക്ക് അത് ഒരു വണ്ടി മേടിച്ച് കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷെ ഞാൻ അതും ഒരു കമ്പനിയിൽ ജോലിക്ക് പോയതിന് ശേഷം അതും സാധിച്ച് ഒരു ചെറിയ വണ്ടി ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ 2 വീലർ ഇപ്പോൾ ഉണ്ട്. അതും നമ്മൾ ഉറച്ചൊരു ആഗ്രഹത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ അത് തീർച്ചയായും നമുക്കത് കിട്ടിയിരിക്കും. അതാണ് എൻ്റെ കൂട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്.